أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي لا حول ولا قوة إلا بالله العلي العظيم. അസ്മാഉൽ ഹുസ്നയുടെ ക്ലാസ് പരമ്പരയിലാണ് നാം ഉള്ളത്. ഇന്ന് എടുക്കാനുള്ളത് അല്ലാഹുവിന്റെ അസ്മാഉകളുടെ കൂട്ടത്തിൽപ്പെട്ട അൽ മുത്തക്കബ്ബിർ എന്നുള്ള ഇസ്മിനെ കുറിച്ചാണ്. മുത്തക്കബ്ബിർ എന്നുള്ള ഇസ്മ പഠിക്കുന്നതിന്റെ മുമ്പായി ഒരു ആമുഖം തന്നെ പറയണം. അതുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ ചർച്ചയിൽ വരുന്ന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് അള്ളാഹുവിന്റെ അസ്മാകളുടെ കൂട്ടത്തിൽ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ഒരല്പം വ്യത്യാസമുണ്ടായത് കൊണ്ട് തന്നെ ഇന്നെടുക്കാവുന്ന പ്രധാന ഭാഗങ്ങളിൽ ഒന്നാമതായി പറയാനുള്ളത് ഒരാമുഖമാണ്. മുത്തക്കബ്ബിർ എന്നുള്ള അള്ളാഹുവിന്റെ ഇസ്മ പരിചയപ്പെടുത്തുന്നതിന് മുമ്പുള്ള ഒരു ആമുഖം. രണ്ടാമത് ഈ പേരിന്റെ അർത്ഥം. പിന്നെ ഇത് അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുന്ന സമയത്ത് നല്ല ഒരു വിശേഷണവും മനുഷ്യരിലേക്ക് ചേർത്ത് നോക്കുന്ന സമയത്ത് നല്ലതല്ലാത്ത ഒരു വിശേഷണവുമാണ്. അതുകൊണ്ട് തന്നെ അഹങ്കാരത്തിന്റെ പ്രശ്നങ്ങളും ചർച്ചയിലേക്ക് കടന്നു വരും. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക്, ഇബ്ലീസിന് സംഭവിച്ചത്, ഇതെല്ലാം ഇന്നത്തെ ചർച്ചയിൽ കടന്നു വരുന്നത്. ആമുഖമായി പറയാനുള്ളത് അൽ മുത്തക്കബ്ബിർ എന്നുള്ളത്. മുത്തക്കബ്ബിർ എന്ന് പറയുന്ന സമയത്ത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലെ ഒരാമുഖം പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, ഒരു വിശേഷണം അത് പറയുന്ന ആൾ അനുസരിച്ച് അതിന് അർത്ഥങ്ങളിലെ വ്യത്യാസമാണ്. ഉദാഹരണത്തിന് പ്രാഥമികമായ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാണ് ഞാൻ അള്ളാഹുവിന്റെ മുത്തക്കബ്ബിർ എന്നുള്ള ഇസ്മിന്റെ ചർച്ചകളിലേക്ക് പോകുന്നത്. ഞാൻ ധൈര്യശാലിയാണ് എന്ന് പറയുന്നത് ഒരു ഭീരുവായ മനുഷ്യനാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു ഭീരുവാണ് ഞാൻ ധൈര്യശാലിയാണ് എന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്കറിയാം, നമുക്ക് പരിഹസിച്ച് തള്ളും, ശരിയല്ല എന്നറിയാം. അതൊരു അപൂർണമാണ്, പരിഹാസപാത്രമാവുകയാണ് ചെയ്യുക. അതേസമയം ധീരനായ ഒരാളാണ് ഞാൻ ധൈര്യശാലിയാണ്, നിന്റെ പ്രശ്നങ്ങൾ ഞാൻ തീർത്തു തരാം, നിന്റെ കൂടെ ഞാൻ നിൽക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കാം എന്ന് പറയുന്നതോ അത് ഒരു സ്ഥാനത്തുള്ള വാക്കാണ്. അതേപോലെ നന്നായി ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന ഒരാള് പറയാണ് ഞാൻ ധർമ്മിഷ്ഠനാണ്, ആ വാക്ക്, ആ വിശേഷണം അതൊരു സ്ഥാനത്താണ്. എന്നാൽ പിശുക്കനായ ഒരാള് ഒരു സമയത്ത് പറയാണ് ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ്, അതെന്താണ്? ഒരു പരിഹാസ വാക്കായി മാറും, അപൂർണതയുടെ വാക്കായി മാറുന്നത്. മൂന്നാമത്, വലിയ ഒരു വിവരമുള്ള പണ്ഡിതൻ, ഞാൻ പണ്ഡിതനാണ്, നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ആ സംശയങ്ങൾ പങ്കുവെച്ചോളൂ, ഞാൻ തീർത്തു തരാം എന്ന് പറയുന്നത് ഒരു പണ്ഡിതന്റെ ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് അത് അലങ്കാരമാണ്. ആ വാക്ക് ഒരു വിഡ്ഢി പറയാണ് എനിക്കെല്ലാം അറിയാം എന്ന് പറയുന്നതോ അത് അലങ്കാരമല്ല, വിഡ്ഢിത്തരത്തിലാണ് പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ടാണ് മുത്തക്കബ്ബിർ എന്നുള്ള അള്ളാഹുവിന്റെ അസ്മാഇന്റെ ചർച്ചയിലേക്ക് പോകുന്നത്. അതായത് തക്കബ്ബുർ, ഞാൻ വലിയവനാണെന്നുള്ള വിചാരം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ധീരൻ ഞാൻ ധൈര്യശാലിയാണെന്ന് പറയുന്നത് തെറ്റാണ് എന്നതുപോലെ അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുന്ന സമയത്ത് മുത്തക്കബ്ബിർ, ഞാൻ വലിയവനാണെന്നുള്ള തിരിച്ചറിവുള്ളവൻ എന്നുള്ള പോസിറ്റീവായ നല്ല അലങ്കാരമായ വാക്കായിട്ടാണ് വരുന്നത്. അള്ളാഹു മുത്തക്കബ്ബിറുമാകുന്നു എന്നത്. അതേസമയം ഒരു മനുഷ്യലേക്ക് ചേർത്ത് നോക്കുന്ന സമയത്തോ ഒന്നിനും കഴിവില്ലാത്ത ഒരാൾ ഞാൻ വലിയവനാണെന്ന് ധരിച്ചു വെക്കുന്നത് വിഡ്ഢിത്തരവുമാണ് എന്ന് പറയാനാണ് പറഞ്ഞത്. ആദ്യം തന്നെ അള്ളാഹു മുത്തക്കബ്ബിറാകുന്നു എന്ന് പറയുന്ന സമയത്ത് മനുഷ്യർ അഹങ്കാരികളായതുപോലെ അള്ളാഹുവും അഹങ്കാരിയാണോ എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. അള്ളാഹുവിന് വലിയ കഴിവുകളുണ്ട്, എല്ലാവരെക്കാളും വലിയവനാകും. ഈ വലിയവനാണെന്നുള്ള തിരിച്ചറിവുണ്ട് എന്നുള്ളത് അള്ളാഹുവിലേക്ക് ചേർത്തി നോക്കുന്ന സമയത്ത് അതൊരു നല്ല വിശേഷണമായിട്ടാണ് നിൽക്കുന്നത്.
ഒരു വിവരമുള്ള പണ്ഡിതൻ എനിക്ക് വിവരമുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു അലങ്കാരമായി മാറുന്നത് പോലെ ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറുപടി പറഞ്ഞു തരാം, എനിക്കതറിയാം എന്ന് സന്തോഷത്തോടെ പറയുന്ന ഒരാളുടെ ടോണിലാണ് അള്ളാഹു ഞാൻ മുത്തക്കബ്ബിറാണ് എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കാണ്, ഇത് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. മുത്തക്കബ്ബിർ എന്നുള്ള ഇസ്മ നമ്മള് സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗത്ത് അസ്മാഉകൾ എണ്ണി പറയുന്ന സമയത്ത് അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാർ അൽ മുത്തക്കബ്ബിർ. ആ മുത്തക്കബ്ബിറിനെ കുറിച്ചാണ് ചർച്ച. ഈ തകബ്ബുർ അള്ളാഹുവിനുള്ളതാണ് എന്ന് ചർച്ചയിൽ വന്നിട്ടുണ്ടോ? അതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ വന്നിട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു അസ്സ വജല്ല അൽ കിബ്രിയാഉ റിദാഇ വൽ അളമതു ഇസാരി വമൻ നാസഅനി വാഹിദൻ മിൻഹുമാ ഖദഫ്തുഹു ഫിന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അൽ കിബ്രിയാഉ റിദാഇ. കിബ്രിയ എന്ന് പറയുന്നത് ഞാൻ വലിയവനാണെന്നുള്ള എന്റെ തിരിച്ചറിവ്. റിദാഇ അതെന്റെ മേൽമുണ്ടാകും. തോളില് ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ ഉസ്താദുമാര് കാണാൻ ഒരു പ്രത്യേക വേറെ നിറത്തിലുള്ള ഒരു മുണ്ടിടുന്നു, അതിനാണ് റിദാ എന്ന് പറയുന്നത്. അമാമത്തിന് തലക്കെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തോളിലിടുന്ന മുണ്ടാണ് റിദാ. അത് എല്ലാവരും ധരിക്കാറില്ല. വലിയ വലിയ ഉസ്താദുമാർ ഞാൻ വലിയവനാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു അടയാളം കൂടി ഓരോരുത്തർക്കും ഓരോ നിറത്തിലുള്ള ഓരോ രീതിയിലുള്ള ശൈലികൾ ഉണ്ടായിരിക്കും. ഡ്രസ് കോഡിൽ മാറ്റം. അള്ളാഹു പറയാണ്, ഇത് എന്റെ വസ്ത്രങ്ങളിൽപ്പെട്ടതാണ്. അൽ കിബ്രിയ അഹങ്കാരം എന്നുള്ളത് എന്റേതിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത് അള്ളാഹുവിന് മുത്തക്കബ്ബിറാണ് എന്നുള്ള വിശേഷണം അത് അലങ്കാരമാണ് എന്നുള്ള ആമുഖം പറയുന്നത്. വൽ അളമതു മഹത്വം എന്നുള്ളത് ഇസാരി, അതും എന്റെ ഡ്രസ്സുകളിൽപ്പെട്ടതാണ്. എന്നിട്ട് പറയാണ് ഫമൻ നാസഅനി വാഹിദൻ മിൻഹുമാ, ഇതിലേതെങ്കിലും ഒരു പോയിന്റിൽ എന്നോട് ആരെങ്കിലും തർക്കിച്ചു കഴിഞ്ഞാൽ ഖദഫ്തുഹു ഫിന്നാർ, ഞാൻ അവനെ നരകത്തിൽ എറിയുന്നതാണ്. ഫമൻ നാസഅനി വാഹിദൻ മിൻഹുമാ, ഇതിലേതെങ്കിലും ഒരു പോയിന്റിൽ ആരെങ്കിലും എന്നോട് തർക്കിച്ചു കഴിഞ്ഞാൽ ഖദഫ്തുഹു ഫിന്നാർ, ഞാൻ അവനെ നരകത്തിൽ എറിയുന്നതാണ്. വേറൊരു ഹദീസ് റിപ്പോർട്ടിൽ വന്നുള്ള അൽഖൈതുഹു ഫിന്നാർ, ഞാൻ അവനെ നരകത്തിൽ ഇടുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ മുത്തക്കബ്ബിർ വലിയവനാണെന്നുള്ള തിരിച്ചറിവുള്ളവൻ അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. നാം ഒരു തവണ വിചാരിച്ചു പോകുകയാണ് ഞാൻ എല്ലാവിധ കഴിവുമുള്ളവനാണെന്ന് തിരിച്ചറിയുകയാണെങ്കിലോ അത് ശരിയായ തിരിച്ചറിവല്ല. ഒരു വിഡ്ഢിയായ ഒരാള് ഞാൻ പണ്ഡിതനാണ്, എനിക്കെല്ലാം അറിയാം, നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നത് പോലെ. അല്ലെങ്കിൽ ഭീരുവായ ഒരാൾ ഞാൻ ധൈര്യശാലിയാണ്, പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കാം എന്ന് പറയുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ പിശുക്കനായ ഒരാൾ ഞാൻ ധർമ്മിഷ്ഠനാണ്, എന്റെ സമ്പത്ത് നിങ്ങൾക്ക് നൽകാം എന്ന് പറയുന്നതിന് തുല്യമാണ്. അതേസമയം അള്ളാഹു പറയാണ് അൽ കിബ്രിയാഉ റിദാഇ, അഹങ്കാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ വലിയവനാണെന്നുള്ള എന്റെ തിരിച്ചറിവ് എനിക്കുണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അലങ്കാരമാണ്. ഇത് ഇമാം ഇസ്ഫഹാനി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റവാക്കിൽ മലയാളത്തിൽ നമുക്ക് മുത്തക്കബ്ബിറിന് അഹങ്കാരമുള്ളവൻ എന്ന് പറയുന്നത്. അഹങ്കാരം രണ്ട് വിധമാണ്. ഒന്ന് ധാരാളം നന്മകൾ നിറഞ്ഞവൻ, ആ നന്മ നിറഞ്ഞ ഒരാളുടെ തിരിച്ചറിവാണ് എന്റെ കയ്യിൽ ഈ നന്മകളെല്ലാം ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് എന്നുണ്ടെങ്കിൽ അതാണ് അള്ളാഹുവിനുള്ളത്. അള്ളാഹു മുത്തക്കബ്ബിറാണ് എന്ന് പറയുന്ന സമയത്ത് അവര് വലിയവനാണ് എന്ന് ധരിക്കലാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അതാണ് അള്ളാഹുവിനുള്ളത്. രണ്ടാമത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് ധരിച്ച് വലിയവനാണെന്ന് ധരിക്കുക. സത്യത്തിൽ ഇല്ല, പക്ഷെ നമ്മൾ വിചാരിച്ചു പോവുകയാണ് ഇതിന്റെ എല്ലാം അധിപൻ ഞാനാകുന്നു എന്നുള്ള ധാരണ വെച്ച്. അങ്ങനെ പറയുന്ന സമയത്ത് മനുഷ്യരായ നമ്മളൊക്കെ എന്ത് ചെയ്യാണ്, ഞാൻ എല്ലാം കഴിവുള്ളവനാണെന്ന് ധരിക്കുക. ഇതാണ് നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് വരുന്ന അഹങ്കാരം. അത് മോശവുമാണ്. അപ്പൊ അഹങ്കാരം എന്നുള്ളത് നമുക്ക് കേട്ട് പരിചയമുള്ളത് മനുഷ്യർ ഞാൻ വലിയവനാണെന്ന് ധരിക്കുന്ന അഹങ്കാരമാണ്. ഈ അഹങ്കാരം മോശമാണ്. അതെല്ലാം എല്ലാവിധ കഴിവുകളുമുള്ള അള്ളാഹു വിചാരിക്കുകയാണ് എനിക്ക് എല്ലാം കഴിവുണ്ട്. വിചാരിക്കല്ല, ഒരു തിരിച്ചറിവാണ് എല്ലാം കഴിവുണ്ട് എന്നുള്ളത്. ആ തിരിച്ചറിവിന് അതൊരിക്കലും അത് അലങ്കാരമായിട്ടാണ് വരുന്നത്. അതേസമയം സാധാരണക്കാരായ ഒന്നിനും കഴിവില്ലാത്ത ഒരാള് ഈ അസ്മാ എടുക്കുന്ന സമയത്ത് റാത്തിബ് നാബ്ലിസിയൊക്കെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒരു മനുഷ്യന്മാരുടെ നമ്മളൊക്കെ എത്ര നിസാരരാണെന്ന് തോന്നിക്കുന്ന വർത്തമാനങ്ങൾ ഇഷ്ടംപോലെ പറയുന്നുണ്ട്.
അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, ഒരു സമയത്ത് എല്ലാം കഴിവുള്ളവനാണെന്ന് അഹങ്കാരം നടിക്കുന്ന സമയത്ത് തലച്ചോറിന്റെ ഉള്ളിൽ ഒരല്പസമയം ബ്ലഡ് ക്ലോട്ടായി കഴിഞ്ഞാൽ, ഒരല്പം ബ്ലഡ് ക്ലോട്ടായി കഴിഞ്ഞാൽ അവന് ഒന്നിരിക്കൽ ഒരു ഭാഗം തന്നെ തളർന്നു പോകും, അല്ലെങ്കിലോ അവന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, ശരീരത്തിലെ വലിയ നികത്താനാവാത്ത പ്രശ്നങ്ങൾ വരും. അപ്പൊ ആകെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒന്ന് ഞാൻ എടുത്ത് ഉദ്ധരിച്ചതാണ്. അള്ളാഹുവാണ് എന്നുണ്ടെങ്കിലോ അങ്ങനെയുണ്ടോ? ശരീരത്തിന് ഏതെങ്കിലും ഒരു സമയത്ത് തളർച്ച വന്നു കഴിഞ്ഞാൽ ശരീരം നിശ്ചലമായി പോകും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കഴിവുകൾക്ക് എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് പരിമിതം എന്ന് പോകും. സിനത്തും വലാനോ എന്നാണ്, ഉറക്കമോ ഒരു തൂക്കി ഉറക്കം പോലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അങ്ങനെ എല്ലാം തികഞ്ഞവനും നിറഞ്ഞവനുമായിരിക്കുന്ന അള്ളാഹു ഞാൻ എല്ലാം തികഞ്ഞവനാണെന്നുള്ള ബോധം വെക്കൽ അതൊരലങ്കാരമാണ്. കാരണം എല്ലാം തികഞ്ഞവനാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേ പൂർണ്ണത വരികയുള്ളൂ. എല്ലാ കഴിവുകളും ഉണ്ട്, പക്ഷെ എന്റെ കയ്യിൽ ഈ കഴിവുകൾ ഉണ്ടെന്നുള്ള തിരിച്ചറിവില്ലെങ്കിലോ അതൊരു വലിയൊരു മൈനസായി വരുന്നതാണ്. വലിയ ശക്തിയുള്ള ആന, പക്ഷെ എനിക്ക് ഇത്രവിധ ശക്തി ഉണ്ട് എന്നുള്ള തിരിച്ചറിവില്ലാത്തതാണ് ചെറിയ മനുഷ്യന്മാർ അതിനെ കാട്ടിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ജോലി ആവശ്യാർത്ഥം ഉപയോഗിക്കുന്നത്. പറഞ്ഞ രീതിയിൽ ആനയെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത് തിരിച്ചറിവില്ലാത്തത് കൊണ്ട്. അപ്പൊ എല്ലാവിധ കഴിവുമുള്ള അള്ളാഹുവിന് കഴിവുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നതിലാണ് പൂർണ്ണത വരുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അൽ മുത്തക്കബ്ബിർ എന്ന് പറയുന്നത് അള്ളാഹുവിന് അലങ്കാരമായ വസ്ഫാണ്. അതേസമയോ ഒരു കഴിവുമില്ലാത്ത മനുഷ്യർ എന്തെങ്കിലും ഒരു വിഷയം സംഭവിക്കുമ്പോഴേക്കാണ് അതിനെ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ തലച്ചോറിലൊന്ന് ബ്ലഡ് ക്ലോട്ട് ആയി കഴിഞ്ഞാൽ ശരീരം അവയവങ്ങൾ മുഴുവൻ തളർന്നു പോകുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ഓർമ്മശക്തി മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യൻ, കാഴ്ച തന്നെ നഷ്ടപ്പെട്ടു പോകും. ഞാൻ എല്ലാമാണ് എന്ന് വിചാരിക്കുന്നത് അതൊരു മണ്ടത്തരവുമാണ്. ഇനി നമുക്ക് ഈ ഇസ്മിന്റെ അർത്ഥ തലങ്ങളിലേക്ക് പോവാം. അൽ മുത്തക്കബ്ബിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തത്തോട് ചേർത്ത് നോക്കുന്ന സമയത്ത്, സ്വന്തം ശരീരത്തിലേക്ക് ചേർത്ത് മറ്റെല്ലാം നോക്കുമ്പോൾ മറ്റുള്ളതെല്ലാം ചെറുതും സ്വയം ഞാൻ വലിയവനും ആണെന്ന് വിചാരമുള്ളവനാണ് മുത്തക്കബ്ബിർ എന്നുള്ള വാക്കിന്റെ അർത്ഥം. എന്നോട് ചേർത്ത് നോക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകളെല്ലാം വളരെ നിസ്സാരരാണ്, വളരെ ചെറിയ ആളുകളാണ്, അല്ലെങ്കിൽ എന്നിലേക്ക് ചേർത്ത് നോക്കുന്ന സമയത്ത് അവരെല്ലാം ചെറുതാണ് എന്നുള്ള ഒരു വിചാരത്തിനാണ് മുത്തക്കബ്ബിർ എന്നുള്ള അർത്ഥം വരുന്നത്. മറ്റുള്ളവരും മറ്റുള്ള വസ്തുക്കളും എല്ലാം ചെറുതെന്ന വിചാരം. ഇത് അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുന്ന സമയത്ത് ഈ ഭൂമി ലോകത്ത് നാം വലുതെന്ന് വിചാരിക്കുന്നതെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചെറുത് മാത്രമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടി മാത്രമാണ്. അള്ളാഹു ഉണ്ടാവണമെന്ന് തീരുമാനിച്ചു, ഇന്നിതെല്ലാം ഉണ്ടായി. ഒരു സമയം ഇതൊന്നും വേണ്ട എന്ന് വെക്കുന്ന സമയത്തെല്ലാം ഇല്ലാതെയായി പോകുന്നത് മാത്രമാണ് ഭൂമി. സൂര്യനും ചന്ദ്രനും ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയത് മാത്രമാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യനും ചന്ദ്രനും പോട്ടെ, ഈ ഭൂമി എന്നാൽ വരേണ്ട ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരെന്നല്ല, സ്വന്തം ശരീരത്തിന്റെ ഒരവയവത്തിന്റെ പൂർണ്ണ നിയന്ത്രണം പോലും മനുഷ്യന്റെ കയ്യിലില്ല. ആ മനുഷ്യന് ഞാൻ വലിയവനാണെന്ന്, മറ്റുള്ളവരെല്ലാം എന്നിലേക്ക് ചേർത്തി നോക്കുന്ന സമയത്ത് മറ്റുള്ളവരെല്ലാം ചെറിയവനാണെന്ന് വിചാരിക്കുന്ന വിചാരം തെറ്റുന്നു. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് ചേർത്ത് കൊണ്ട് നോക്കുന്ന സമയത്ത് ഭൂമി ഉണ്ടാവാതിരിക്കാം, ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാകാതിരിക്കാം, ആ ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യർ ഉണ്ടാവാതിരിക്കാം. അള്ളാഹുവിനൊരു പ്രശ്നമില്ല. ആ ജീവജാലങ്ങൾക്ക് എപ്പോ ജനിക്കണം, എത്ര കാലം ജീവിക്കണം, ഏത് സമയത്ത് അവരുടെ മരണം വന്നു ചേരും എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിസ്സാര വിഷയം മാത്രമാണ്. അള്ളാഹു ഓരോരുത്തർക്കും റിസ്ക് കണക്കാക്കി, അജൽ ഏത് സമയം വരെ ജീവിക്കണം എന്ന് കണക്കാക്കി ജീവിക്കുന്നു, മരിക്കുന്നു, പോകുന്നു. സമയമാകുന്ന സമയത്ത് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റൂഹ് പിടിച്ചു പോകും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ചേർത്തി നോക്കുന്ന സമയത്ത് അൽ മുത്തക്കബ്ബിർ എന്നുള്ളത് എല്ലാം ചേർത്തി നോക്കുന്ന എല്ലാം ചെറുതാണ് എന്നുള്ളത് വളരെ അലങ്കാരമായി വരുന്നത്. അതേസമയം ഒന്നുമല്ലാത്ത മനുഷ്യർ അള്ളാഹുവിന്റെ ഈ വിശേഷണം എടുത്ത് അണിയുകയാണെങ്കിൽ, അള്ളാഹുവിനോട് ഇതിൽ തർക്കിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായ സ്വഭാവമായിട്ടാണ് വരുന്നത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്.
അള്ളാഹുവിലേക്ക് സ്വന്തത്തിലേക്ക് ചേർത്തി നോക്കുന്ന സമയത്ത് എല്ലാം ചെറുതാണെന്നുള്ള ധാരണ, എല്ലാം നിസ്സാരമാണെന്നുള്ള ധാരണ, അതാണ് അഹങ്കരിക്കുന്നവൻ എന്ന് പറയുന്നത്. ഒരഹങ്കാരി മഹത്വവും സ്ഥാനവും സ്വന്തം ശരീരത്തിനല്ലാതെ മറ്റൊരാൾക്കും കാണുകയില്ല. രാജാക്കന്മാർ തന്റെ സേവകരായിരിക്കുന്ന അടിമകളിലേക്ക് നോക്കുന്നത് പോലെയായിരിക്കും ഒരഹങ്കാരി തന്റെ കീഴിലുള്ള ആളുകളിലേക്ക് നോക്കുക. എനിക്ക് അഹങ്കാരമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുമ്പിലുള്ള ആളുകളെ കാണുക. ഒരു രാജാവ് തന്റെ അടിമകളെ എങ്ങനെയാണോ നോക്കുന്നത്, രാജാവിന്റെ ഉള്ളിൽ മനസ്സിലുണ്ടാകുന്ന ഈ രാജ്യത്തിന്റെ തന്നെ അധിപനാണ്, ഈ അടിമകളുടെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ തന്നെ അധിപനാണ്, എന്നിട്ടല്ലേ എന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ പ്രജകളുടെയും താഴെ വരുന്ന എന്റെ പരിചാരകരായിരിക്കുന്ന അടിമ. ഈ ഒരു കാഴ്ചപ്പാട് ശരിയാണ് എന്നുണ്ടെങ്കിൽ കാനത്തക്കബുറു ഹഖൻ, അഹങ്കരിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതായത് അള്ളാഹു ആളുകളിലേക്ക് നോക്കുന്ന സമയത്ത് രാജാക്കന്മാർ അടിമകളിലേക്ക് നോക്കുന്നതിനേക്കാൾ ചെറുതാണ്. കാരണം ഈ രാജാക്കന്മാരും ഈ അടിമകളും മനുഷ്യരാണ്, ജീവജാലങ്ങളാണ്. ഒരു സമയത്ത് ജന്മം കൊണ്ടവരാണ്, ഒരു സമയത്ത് മരിച്ചു പോകുന്നവരാണ്. എല്ലാ അല്പ വിശേഷണങ്ങളിലൊഴികെ ബാക്കിയുള്ള എല്ലാ വിശേഷണങ്ങളിലും അവർ തുല്യരാണ്. എന്നിട്ട് പോലും ഒരാൾ രാജാവായതിന്റെ പേരിൽ അഹങ്കാരം കൊള്ളുകയാണ്. അതേസമയം എല്ലാവരുടെയും സൃഷ്ടാവായിരിക്കുന്ന അള്ളാഹു ജനങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് ഇവർ സൃഷ്ടികൾ മാത്രമാണ്. സൃഷ്ടികൾ എന്നുള്ളതിന് അപ്പുറം ഒന്നുമല്ല, സൃഷ്ടികൾ മാത്രം. ഈ ഒരു നോട്ടം സത്യമാണെങ്കിൽ, നോക്കുന്ന സമയത്ത് ഇവരെല്ലാം തന്റെ കീഴിലുള്ളവരാണെന്നുള്ള ബോധത്തോടെ നോക്കുമ്പോൾ അത് സത്യമാണെങ്കിൽ കാനത്തക്കബുറു ഹക്കൻ, ആ അഹങ്കാരം യാഥാർത്ഥ്യം. വക്കാന സാഹിബുഹ മുത്തക്കബ്ബിറൻ, അതിന്റെ നോക്കുന്ന ഉടമസ്ഥൻ, നോക്കുന്ന ആള് അവൻ മുത്തക്കബ്ബിർ, യഥാർത്ഥത്തിൽ അഹങ്കാരമുള്ളവനായി. ഇനി അതേസമയം ബാത്തിലാണെങ്കിലും ഒരേപോലുള്ള രണ്ടാള്, പക്ഷെ ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ മറ്റുള്ളവനേക്കാൾ വലുതാണ് എന്നുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് കാനത്തക്കബുറു ബാത്തിലൻ, ആ അഹങ്കാരം ബാത്തിലും മോശവും ചീത്തയുമാകുന്നു. അപ്പോ അള്ളാഹു സൃഷ്ടികളിലേക്ക് നോക്കുന്ന സമയത്ത് ഈ സൃഷ്ടികളുടെ മുകളിൽ സർവ്വ ആധിപത്യവും കഴിവുള്ളവനായതുകൊണ്ട് അള്ളാഹുവിന് ഇവരുടെ എല്ലാം അടക്കി ഭരിക്കുന്നവൻ ഞാനാകുന്നു, ഇവരുടെ എല്ലാം മുകളിലാകുന്നു ഞാൻ എന്നുള്ള തോന്നലും തിരിച്ചറിവും ഭംഗിയാകും. അതേസമയം മനുഷ്യരിലേക്കൊന്ന് ചേർത്ത് നോക്കുമ്പോഴോ ഒരേപോലത്തെ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ ഇവരെക്കാൾ ഒരുപാട് വലുതാണ്, ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ ഇവരെക്കാൾ ഏതെങ്കിലും ഒരു വിശേഷണം കൊണ്ട്, രാജാധികാരം കൊണ്ട്, പൊളിറ്റിക്കൽ അധികാരങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട്, അല്ലെങ്കിൽ വിവരങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകങ്ങളെ കൊണ്ട് ഞാൻ ഇവരെക്കാൾ വലുതാണെന്ന് വിചാരിക്കുകയാണ്. അതല്ലാത്ത ഘടകങ്ങളിൽ പലതിലും ഇവരെക്കാൾ ഒരുപാട് താഴെയായിരിക്കും. അത് യാഥാർത്ഥ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അഹങ്കരിക്കുക എന്നുള്ളത് ബാത്തിലും വളരെ മോശം. യാഥാർത്ഥ്യമായതുകൊണ്ട് അള്ളാഹുവിലേക്ക് ചെത്തി നോക്കുന്ന സമയത്ത് അള്ളാഹുവിനത് ഭംഗിയും യാഥാർത്ഥ്യവും ആണ്. അഹങ്കരിക്കുക സ്വന്തത്തോട് ചേർത്തി നോക്കുന്ന സമയത്ത് മറ്റുള്ളതെല്ലാം നിസ്സാരമായി കാണുന്നവൻ, സ്വന്തത്തിന് അലമത്ത് മഹത്വവും വണ്ണവും കാണുന്നവൻ, മറ്റുള്ളവരിലേക്ക് രാജാക്കന്മാർ തന്റെ പ്രജകളായ തന്റെ സേവകരായിരിക്കുന്ന അടിമകളിലേക്ക് നോക്കുന്നത് പോലെ നോക്കുന്നു. ഈ നോട്ടം യാഥാർത്ഥ്യമാണെങ്കിൽ അഹങ്കാരവും യാഥാർത്ഥ്യമാണ്. ഈ നോട്ടം യാഥാർത്ഥ്യമല്ല, തന്റെ ഒരു തെറ്റായ ധാരണയിൽ നിന്ന്, ഞാൻ ഇവരുടെ എല്ലാം മുകളിലാണെന്നുള്ള ധാരണയിൽ നിന്ന് നോക്കിയതാണെങ്കിൽ. കാരണം ഈ അഹങ്കാരത്തോടെ നോക്കിയ രാജാക്കന്മാരെല്ലാം നിത്യമായി ആരും വസിച്ചിട്ടില്ല. ഒരു സമയം കഴിഞ്ഞു പോകുന്ന സമയത്ത് മരണപ്പെട്ടു പോകാതെ ആരാണുള്ളത്? ഒരു പ്രയാസം വരുന്ന സമയത്ത് വലിയ വലിയ രാജാക്കന്മാരായി ജീവിച്ചു പോയ ആളുകൾ തന്റെ അന്ത്യനിമിഷത്തിൽ നേരിട്ട പ്രയാസങ്ങളിലേക്ക് തിരിച്ചു നോക്കുന്ന സമയത്ത് ഒന്നുമല്ലാത്ത തെറ്റായ ധാരണകളായിരുന്നതെന്ന് തിരിച്ചറിയും. അവിടെ അവരുടെ അഹങ്കാരങ്ങളെല്ലാം ബാത്തിലുമായിരുന്നു എന്നുള്ളത് തിരിച്ചറിയും. അഹങ്കരിച്ചവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാക്കുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്.
അന്ന റജുലൻ അക്കല ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശിമാലിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാൾ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു. ഇത് കണ്ട സമയത്ത് ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, കുൽ ബിയമീനിക, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും. ഖാല ലാ അസ്തതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലത് കൈ കൊണ്ട് കഴിക്കൂ എന്ന് പറയുന്ന സമയത്ത് ലാ അസ്തതി, എനിക്ക് സാധിക്കുകയില്ല എന്ന് പറയാം. നമുക്കറിയാം വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാം, ഇടത് കൈ കൊണ്ടും ഭക്ഷണം കഴിക്കാം. വലത് കൈ കൊണ്ട് പലതും ചെയ്ത് ശീലമായ നാം ഒരു ആവശ്യം വരുന്ന സമയത്ത് നമ്മളോട് നമ്മൾ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാൾ പറയാണ്, ഇത് ഇടത്തെ കൈ കൊണ്ടൊന്ന് പിടിക്കൂ അല്ലെങ്കിൽ ഇടത്തെ കൈ കൊണ്ടൊന്ന് ചെയ്യൂ എന്ന് പറയുന്ന സമയത്ത് കഴിയില്ല എന്നല്ല പറയേണ്ടത്. നമ്മൾ അവരെ മനസ്സിൽ നിന്ന് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇടത് കൈ കൊണ്ട് അത് ചെയ്തു നോക്കും. പക്ഷെ വലത് കൈ കൊണ്ട് ചെയ്യുന്നത് പോലെ സിമ്പിൾ ആയിരിക്കില്ല ആദ്യ സമയത്ത് ഇത് ചെയ്യുന്നത്. പക്ഷെ 2, 3, 4 തവണ ചെയ്യുന്നതോടുകൂടെ നമ്മൾ അതിന് ഫിറ്റായി മാറുക, നമ്മളുടെ നേച്ചർ അത് ശരിയായി മാറി ഇടത് കൈ കൊണ്ട് ചെയ്യാൻ സാധിക്കും. എന്നതുപോലെ ഇടത് കൈ കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് ശീലിച്ച ഒരാൾക്ക് ഒരല്പം റിസ്ക് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, തയ്യാറാണെങ്കിൽ ആദ്യത്തെ സമയത്ത് ഒരല്പം പ്രയാസം നേരിട്ടു എന്ന് വരും. 2ാമതും 3ാമതും ചെയ്ത് ഒരു ശീലമായി മാറുന്നതോടുകൂടെ എളുപ്പമായി മാറും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് കുൽ ബിയമീനിക എന്ന് പറഞ്ഞ സമയത്ത് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് കഴിക്കാൻ കഴിയുന്നു. പക്ഷെ ആ ഉള്ളിലുള്ള അഹങ്കാരം എന്ന് പറയുന്ന സമയത്ത് മറ്റുള്ളവരുടെ സ്ഥാനം അംഗീകരിച്ചു കൊടുക്കാതെ ഉള്ളൊരു വർത്തമാനമാണ് വരുന്നത്. സ്ഥാനം അംഗീകരിച്ചു കൊടുത്ത് ഹബീബായ റസൂലിനെ വലുതായി കണ്ടിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല പറയാ, വലത് കൈ കൊണ്ട് കഴിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുക. പക്ഷെ അദ്ദേഹം പറഞ്ഞതില്ല, എനിക്ക് സാധിക്കയില്ല. ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മനഅഹു ഇല്ലൽ കിബ്ർ, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തെ തടഞ്ഞിട്ടില്ല ഇല്ലൽ കിബ്ർ, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അഹങ്കാരമല്ല. കാരണം വലത് കൈ കൊണ്ടും ഇടത് കൈ കൊണ്ടും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയത്ത് വലത് കൈ കൊണ്ട് കഴിച്ചാൽ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അതോടുകൂടി അദ്ദേഹത്തിന് എളുപ്പമാകുമായിരുന്നു. മാ മനഅഹു ഇല്ലൽ കിബ്ർ, അദ്ദേഹത്തെ കിബ്ർ അല്ലാതെ മറ്റൊന്നും തടഞ്ഞിട്ടില്ല എന്ന് ഖാല. ഹദീസ് റിപ്പോർട്ട് ചെയ്താണ്, ഫമാ റഫഅഹ ഇലാ ഫി, പിന്നീട് ആ വലത് കൈ വായിലേക്ക് ഉയർത്താൻ സാധിച്ചിട്ടില്ല, അത് തളർന്നു പോയി എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടും സഹാബാക്കൾക്കും മര്യാദ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായി പറഞ്ഞതാണ്. അതപ്പോ കേൾക്കണമായിരുന്നു. കേൾക്കുന്നതാണെങ്കിൽ അതിന്റെ എല്ലാ മാർഗങ്ങളും അള്ളാഹു തുറന്നു കൊടുക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കേൾക്കാനുള്ള മനസ്സിന്റെ ഉള്ളിലുള്ള വിസമ്മതമാണ് ആ വാക്കിലൂടെ പുറത്തു വന്നത്. ആ വാക്ക് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതോടുകൂടെ നബി തങ്ങൾ പറഞ്ഞ മാ മനഅഹു ഇല്ലൽ കിബ്ർ, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അഹങ്കാരമാണത് ഇപ്പൊ ചെയ്യാൻ സാധിക്കാതെ വന്നത്. വലത് കൈയും ഇടത് കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങൾക്കും മാറി മാറി ഉപയോഗിക്കും. ശീലം ഏതാണോ അതിനായിരിക്കും എളുപ്പം എന്ന് മാത്രം. ആ ശീലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാവുന്നതേ. അപ്പോ ഈ അഹങ്കാരം എന്നുള്ളത് മനുഷ്യന് ഏറ്റവും മോശമായ സ്വഭാവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതോടുകൂടെ ആ കൈ പിന്നീട് ഉയർത്താൻ സാധിച്ചിട്ടില്ല. ഇതേപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന വ്യാഖ്യാനിക്കുന്ന അൽ മുതകബ്ബിർ എന്നുള്ള ഇസ്മ വ്യാഖ്യാനിക്കുന്ന ഒന്നിലധികം കിതാബുകളിൽ കണ്ട ഒരു കഥയുണ്ട്. ബഗ്ദാദിലെ ഒരു യാചകന്റെ കഥ. വറുവിയ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയാറുണ്ട്, ഒരു യാചകന്റെ കഥ. തവാഫ് ചെയ്യുന്ന ഒരു സമയത്ത് തവാഫ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ആളുകൾ സേവകന്മാരായിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ കഅബയുടെ ചുറ്റും തന്റെ സേവകര് മറ്റുള്ളവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട്, അട്ടിയോടിച്ചെന്ന് പറയുന്ന മാറ്റി നിർത്തിക്കൊണ്ട് ഇദ്ദേഹം ഒരു അഹങ്കാരത്തോടുകൂടെ വലിയ ആളായി ആ കഅബയുടെ ചുറ്റും ഇങ്ങനെ തവാഫ് ചെയ്തു. ആ സമയത്ത് അവരെ പോലെ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി വന്ന് തവാഫ് ചെയ്യുന്ന ആളുകൾ അവര് പ്രയാസപ്പെട്ട അദ്ദേഹത്തെ, ഇവന്റെ സേവകർ അദ്ദേഹത്തെ മാറ്റി മറിച്ചു. അയാളുടെ ചരിത്രം പറയാണ്, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ബഗ്ദാദിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടി. അന്ന് ഈ തവാഫ് ചെയ്യുന്ന സമയത്ത് മാറ്റി നിർത്തിയ ആളുകൾപ്പെട്ട ഒരാൾ അദ്ദേഹത്തെ കണ്ടതായി പറയുന്നു. ആ സമയത്ത് യാചകനായി നടക്കുക. ഈ വ്യക്തി ചോദിക്കുന്നുണ്ട്, എന്ത് സംഭവിച്ചു? നിങ്ങളല്ലേ മുമ്പ് തവാഫ് ചെയ്യുന്ന സമയത്ത് തന്റെ സേവകന്മാരെ ഉപയോഗിച്ച് എല്ലാ ആളുകളെയും മാറ്റി നിർത്തി സൗകര്യപ്പെടുത്തി തവാഫ് ചെയ്തിരുന്ന ആളുകൾ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അറബി വാക്ക് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞ മറുപടി, എല്ലാവരും വിനയം കാണിക്കുന്ന സ്ഥലത്ത് ഞാൻ അഹങ്കാരം കാണിച്ചു, അതുകൊണ്ട് അല്ലാഹു എന്നെ നിന്ദ്യനാക്കി മാറ്റി.
പരിശുദ്ധ കഅബാലയത്തിന്റെ അടുക്കൽ എല്ലാവരും ഏത് വലിയ ആളുകൾ വന്നാലും വിനയത്തോടുകൂടെ തവാഫ് ചെയ്തിരുന്ന ആ സ്ഥലത്ത് ഞാൻ എൻ്റെ സേവകന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അഹങ്കാരം കാണിച്ചു. അതിന്റെ ഫലമായി ഇന്ന് ഞാൻ ഒന്നുമില്ലാതെ നിന്ദ്യനാകേണ്ടി വന്നു എന്ന് പറയുന്ന കഥ റാത്തിബ് നാബ്ലുസിയും പിന്നെ വേറെ ഒരു പണ്ഡിതനും ഈ കഥ ഉദ്ധരിക്കുന്നുണ്ട്. ഇനി ഈ ഇസ്മിനെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പറയാനുള്ളത് നാം വിനയം പാലിക്കണം എന്നുള്ളത്. അഹങ്കാരം എന്നുള്ളത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. മുത്തക്കബ്ബിർ എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മിൽപ്പെട്ടതാണ്. അള്ളാഹു പറഞ്ഞത് അതെന്റെ മേൽമുണ്ടിൽപ്പെട്ടതാകുന്നു, എന്റെ ഡ്രസ്സിൽപ്പെട്ടതാകുന്നു. എന്നോട് അതിൽ ആരെങ്കിലും തർക്കിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വസ്ത്രം എടുത്ത് ആരെങ്കിലും അണിഞ്ഞാൽ, ആ സ്വഭാവം ആരെങ്കിലും തന്റെ സ്വഭാവത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ നരകത്തിലിടുന്നതാണ്. അതുകൊണ്ട് അത് അഹങ്കാരം ഒരിക്കലും നാം പാടില്ല എന്നുള്ളതാണ്. അള്ളാഹു മുത്തക്കബ്ബിറാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിവുണ്ട്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, സൂഫി വര്യന്മാരുടെ കൂട്ടത്തിൽ പ്രധാനിയായിരുന്ന ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, അവർ പറഞ്ഞിട്ടുണ്ട്, അത്തവാളുഉ അൻ തഖ്ലഅ ലിൽ ഹഖ്. വിനയം എന്ന് പറയുന്നത് സത്യത്തിന്റെ മുമ്പിൽ കീഴടങ്ങലാകുന്നു. വതൻഖാദ ലഹു, സത്യത്തിന് കീഴടങ്ങൽ തന്നെയാണ്. വതഖബ്ബലൽ ഹഖ മിൻ കുല്ലി മൻ തസ്മഉഹു മിൻഹു, ആര് സത്യം പറഞ്ഞു കഴിഞ്ഞാലും അത് കേൾക്കുക. പറയുന്ന ഒരാള് നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരം, ആ പറയുന്ന ഒരാൾ ചെറുതായതുകൊണ്ട് സത്യത്തെ സ്വീകരിക്കാൻ ഒരിക്കലും വിസമ്മതിക്കരുത്. പറയുന്ന കാര്യങ്ങൾ അത് പറയുന്നവൻ എത്ര ചെറിയ ആളായി കഴിഞ്ഞാലും, പറയുന്നത് എത്ര വലിയ ആളായി കഴിഞ്ഞാലും, സ്ഥാനമുള്ള ആളുകളാണെങ്കിലും സ്ഥാനമില്ലാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? കേൾക്കണം. വലിയ വലിയ വിനയത്തിന്റെ ആളുകൾ ഏത് ചെറിയ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ പോലും സ്വീകരിക്കുന്ന ആളുകളായിരിക്കും. വലിയ അഹങ്കാരികളോ അവരെക്കാൾ താഴെ ഉള്ള ഒരാൾ പറയുന്നതും എന്ത് ചെയ്യില്ല? കേൾക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന പ്രവർത്തനവുമായി വന്ന സമയത്ത് മക്കയിലുള്ള മുശ്രിക്കീങ്ങളിൽ പലരും പറഞ്ഞു പോയത് എന്താണ്? ഞങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെയാണോ അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുത്തത്? വലിയ സമ്പന്നരും ധനാഢ്യരും സ്ഥാനമുള്ളവരുമായിരിക്കുന്ന ഞങ്ങൾ കുറെ ആളുകൾ ഇവിടെ ഇല്ലേ? യതീമായി ജനിച്ച് മിസ്കീനായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിന്നെയാണോ തെരഞ്ഞെടുത്ത്? അവിടെയാണ് അവരുടെ അഹങ്കാരം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ സമ്മതിച്ചില്ല. ഈ ഫുളൈൽ ഇബ്നു ഇയാദാണ് വഹുവ അഹ്സനു മാ യതസയ്യനു ബിഹിൽ ഇൻസാനു, മനുഷ്യന് ഭംഗിയാവാൻ പറ്റുന്ന ഏറ്റവും വലിയ സൗന്ദര്യവർദ്ധക വസ്തു അതേതാണ്? വിനയമാണ്. ഒരാള് വിനയം കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവനെ ഉയർത്തുന്നതാണ്. അതേസമയം ഒരാൾ അഹങ്കാരം നടിച്ചു കഴിഞ്ഞാലോ അള്ളാഹു അവനെ താഴ്ത്തിക്കളയുന്നവനാണ്. കാരണം അത് അള്ളാഹുവിന്റെ സ്വഭാവമാണ്, അത് അള്ളാഹുവിന്റെ നാമമാണ് മുത്തക്കബ്ബിർ എന്നുള്ളത്. തക്കബ്ബുർ എന്നുള്ളത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. അതൊരിക്കലും മനുഷ്യന് ഉപയോഗിക്കാൻ പാടില്ല. നാം ജീവിതത്തിൽ വിനയം കാണിക്കുന്നവരായി മാറണം. മുത്തക്കബ്ബിർ അത് അള്ളാഹു മാത്രമാകുന്നു. മനുഷ്യർ നമ്മളെല്ലാവരും തവാളു ഉണ്ടാവേണ്ട, വിനയാന്യതരായിരിക്കുന്നു. അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടികൾ മാത്രമാകുന്നു. ഒരു സമയത്ത് ജനിച്ച് ഒരു സമയത്ത് ജീവിച്ചു പോകുന്ന ആളുകൾ മാത്രം. ഈ അഹങ്കാരത്തെ കുറിച്ച് പറയുന്ന സമയത്ത് സ്വാഭാവികമായി പരാമർശിച്ചു പോവേണ്ട ഒരു ഭാഗമാണ് സൂറത്തുൽ ആറാഫിലെ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്ന ഒരു ഭാഗം. പിശാചിനോട് അള്ളാഹു ചോദിക്കുകയാണ്, മാ മനാക്ക, എന്താണ് ഇബ്ലീസേ നിന്നെ തടഞ്ഞത്? അല്ലാ തസ്ജുദ, നീ സുജൂദ് ചെയ്യാതിരിക്കാൻ, ഇത് അമർത്തുക, ഞാൻ നിന്നോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ച സമയത്ത് സുജൂദ് ചെയ്യാതിരിക്കാൻ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കും. ഖാല, നേരം പിശാചി പറയാണ്, അന ഖൈറും മിൻഹു, ഞാനാണ് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിനേക്കാൾ നല്ലത്. അന ഖൈറും മിൻഹു, ഞാനാണ് നല്ലവൻ, ഞാനാണ് ഉത്തമൻ, ഖൈറായവൻ എന്നുള്ള ഒരു തോന്നൽ, അതാണ് അഹങ്കാരം. എന്നിട്ട് എന്താണ്? ഖലഖ്തനീ മിന്നാർ, എന്നെ അല്ലാഹുവേ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് മിന്നാർ, തീയിൽ നിന്നാകുന്നു. വഖലഖ്തഹു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് മിൻ തീൻ, മണ്ണിൽ നിന്നുമാകുന്നു. അപ്പോ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു ആവശ്യപ്പെട്ട സമയത്ത് സുജൂദ് ചെയ്യാതെ മാറി നിൽക്കാനുള്ള കാരണം ഉള്ളിൽ ഉദിച്ചുയർന്ന ഞാനാണ് ഉന്നതൻ, ഞാനാണ് ഖൈറായവൻ, ഞാനാണ് വലിയവൻ എന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ നേരെ മനസ്സിലാക്കിയത്. ഒരു സമയത്ത് ആ ചിന്ത വന്നു, സുജൂദ് ചെയ്യാതിരുന്നു. അത് കാരണമായിട്ട് അന്ത്യനാൾ വരെ ക്ഷപിക്കപ്പെട്ടവനായിട്ട് ഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടി വരികയാണ്. അന്ത്യനാൾ വരെ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രം. അന്ത്യനാളിന് ശേഷം അള്ളാഹു നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് എന്ത് ശിക്ഷയാണോ കൊടുക്കുന്നത് അത് ഏറ്റുവാങ്ങാൻ തയ്യാറുമായി നടക്കുകയാണ്. ഇതിനുള്ള കാരണം എന്താണ്? ഒരു സമയത്ത് അന ഖൈറു മിൻഹു, അവനേക്കാൾ വലിയത് ഞാനാണ് എന്നുള്ള ഒരു, അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ വലിയവൻ ഞാനാണ് എന്നുള്ള ഒരു തോന്നൽ, ആ ഒരൊറ്റ കാരണം മാത്രം. അപ്പോ നമ്മളുടെ ഉള്ളില് പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും ഇതിന് സമാനമായിരിക്കുന്ന ചിന്തകളും അവനത് പറയാൻ ആരാണ് എന്നുള്ളതാണ് തുടങ്ങുക. അവനത് പറയാൻ ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അത് അവനത് പറയാൻ, എന്നോട് പറയാൻ ആരുമല്ല, ഞാൻ അവനേക്കാൾ വലിയവനാണെന്നുള്ള ഉള്ളിലുള്ള തോന്നൽ, അത് തന്നെയാണ് അഹങ്കാരം. ഇബ്ലീസിന് സംഭവിച്ച ഈ ഒരു സംഭവം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഒരു നല്ല വർത്തമാനമായിട്ട്, നല്ല കാര്യവുമായിട്ട്, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യവുമായിട്ട്, ഹക്കുമായിട്ട്, ഒരു സത്യവുമായിട്ട് ഒരാൾ വരുന്ന സമയത്ത് ആ ഹക്കിന് കീഴടങ്ങാൻ, സത്യത്തിന് കീഴടങ്ങാൻ നമ്മളുടെ ഹൃദയം പാകപ്പെട്ടിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കുകൂടി ഞാൻ ഇതോടുകൂടെ ചേർത്ത് വായിക്കുകയാണ്. സഹീഹുൽ ബുഖാരിയിൽ വന്നിരിക്കുന്ന ഒരു ഹദീസാണ്. ലാ തതുറൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം ഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വറസൂൽ. ലാ തതുറൂനി, നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്, മദ്ഹ് ചെയ്ത് പറയരുത്, എന്നെ വർണ്ണിച്ച് പറയരുത്. കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം, ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വർണ്ണിച്ചു പറഞ്ഞതുപോലെ അവരിങ്ങനെ പറഞ്ഞ് ഇബ്നുല്ല, അല്ലാഹുവിന്റെ മകനാണ്, ദൈവപുത്രനാണ് എന്നുള്ള വാദത്തിലേക്ക് എത്തി. അങ്ങനെ വർണ്ണിച്ച് ദൈവപുത്രനാണെന്നുള്ള ഒരു വിശേഷണം അതിനെ എനിക്ക് വിട്ടുതരരുത്. എന്നെ വർണ്ണിക്കുന്നതിൽ, എന്നെ മദ്ഹ് ചെയ്യുന്നതിൽ, പ്രശംസിക്കുന്നതിൽ അതിന് വിട്ടുകിടക്കരുത്. ഇല്ലാത്ത കാര്യങ്ങളെ കൊണ്ട് എന്നെ വർണ്ണിക്കുകയും ചെയ്തു. ഇന്നമാ അന അബ്ദുൻ, ഞാൻ ഒരു അടിമ മാത്രമാകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നമാ അന അബ്ദുൻ ഫഖൂലു, അതുകൊണ്ട് നിങ്ങൾ പറയുക അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെയും റസൂലിന്റെയും അടിമകൾ എന്ന് പറയുക. ഹാദാ അബ്ദുല്ലാഹ്, അടിമകൾ, അബ്ദുല്ലാഹി, അല്ലാഹുവിന്റെ അടിമ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് പല സലാത്തിലുണ്ട്. അള്ളാഹുവിന്റെ അടിമയും എന്നാൽ ദൂതനുമായിട്ടുള്ള നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ ദൂതനല്ല. ഇന്നമാ അന ബശറും മിസ്ലുക്കും, അതിന്റെ കൂടെ യൂഹ ഇലയ്യ, നിങ്ങളെ പോലത്തെ ഒരു ഉമ്മയ്ക്കും ഉപ്പക്കും ജനിച്ചവനാണ് ഞാൻ. അതേസമയം യൂഹ ഇലയ്യ, അള്ളാഹു എന്നെ തെരഞ്ഞെടുത്ത് ദൂതനായി നിശ്ചയിച്ച് എനിക്ക് വഹി നൽകി ആദരിച്ചു. ആ വഹി ഞാൻ അറിയിക്കുന്നതെല്ലാം അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നതാണ്. ആ വിഷയത്തിൽ ഞാൻ അള്ളാഹുവിന്റെ പ്രതിനിധിയാകുന്നു. അത് ഞാൻ പറയുന്ന വാക്കുകൾ അള്ളാഹുവിന്റെ സന്ദേശമായി സ്വീകരിച്ചുകൊണ്ട് അംഗീകരിക്കണം. അപ്പോ വല്ലാതെ പുകഴ്ത്തി പറയരുത്, ഞാൻ ഒരു അടിമ മാത്രമാണ്, അടിമയും ദൂതനുമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? ഞാനതിലപ്പുറം ഒരു അഹങ്കാരിയല്ല എന്നുള്ള വാക്ക് കൂടിയാണ്. അതുകൊണ്ടാണ് അതിവിടെ ഈ ഭാഗത്ത് എടുത്തു വെച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ, ഓരോ സഹാബാക്കളുടെയും ജീവിതത്തിൽ ഇതിനോട് തത്തുല്യമായ വാക്കുകളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ആടുകളെ കറന്നെടുത്തുകൊണ്ട് ഒരു ഏരിയയിലെ പല വീടുകളിലും വിതരണം ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അധികാരം ഏറ്റെടുത്ത സമയത്ത് അവർ പറഞ്ഞു പോയി, ഇനി ഞങ്ങൾക്ക് പാൽ കറന്നു തരും, ഞങ്ങൾക്ക് സ്വന്തം ആടുകളെ കറന്നെടുത്തുകൊണ്ട് പല വീടുകളിലേക്കും എത്തിച്ചു കൊടുക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ ഒരാൾ പറഞ്ഞതാണ്, ഇനി ആരാണ് പാൽ കറന്നു തരിക? ഈ വിവരം അറിഞ്ഞ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ബലാ ലഅംരി, സത്യമായും ഞാൻ തന്നെ നിങ്ങൾക്കത് പാൽ കറന്ന് നിങ്ങൾക്ക് എത്തിച്ചു തരും. ലഅഹ്ലിബന്നഹാ ലക്കും വഇന്നീ ലഅർജു അല്ലാ യുഗയ്യിറനി മാ ദഖൽതു ഫീഹി വഇന്നീ ലഅർജു, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലാ യുഗയ്യിറനി, എന്നെ മാറ്റാതിരിക്കാൻ, മാ ദഖൽതു ഫീഹി, എനിക്ക് ഇപ്പൊ കിട്ടിയ അധികാരങ്ങൾ, എനിക്ക് അല്ലാഹു ഇപ്പോൾ നൽകിയ അധികാരങ്ങളെല്ലാം എന്നിൽ ഒരു മാറ്റം വരുത്താതെ പഴയ അബൂബക്കർ റളിയല്ലാഹു അൻഹു എങ്ങനെയായിരുന്നു അതേ രീതിയിലാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. ലഅംരി ലഅഹ്ലിബന്നഹ,
ആ അഹങ്കാരം ഇല്ലാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്ന അവസ്ഥയിൽ എങ്ങനെ പെരുമാറിയിരുന്നു അതുപോലെ പെരുമാറും. ഈ അഹങ്കാരം ഒരിക്കലും എനിക്ക് ബാധിക്കാതിരിക്കാൻ എന്ന് പറയും. വീണ്ടും ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങൾ ഒരു തവണ ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഇതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് തന്റെ ജീവിതം കടന്നു പോകുന്നത് ബനു മഖ്സൂമിൽ നിന്ന് എനിക്ക് നൽകുന്ന ഈത്തപ്പഴത്തെ കൊണ്ടാണ് എന്ന് മിമ്പറിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു പറഞ്ഞു. ഇത് കേട്ടതോട് പ്രസംഗം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു പറയാണ്ടായി, അമീറുൽ മുഅ്മിനീൻ, എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുന്നത്? ആളുകളുടെ ഇടയിൽ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ബനു മഖ്സൂമുകാർ നൽകുന്ന അല്പം ഖബലത്തും മിനത്തംരി വസ്സബീബ്, ഈത്തപ്പഴങ്ങളെ കൊണ്ടും പിന്നെ മുന്തിരികളെ കൊണ്ടുമാണ് എന്ന് പറയുന്നത് എന്തിനാണ്? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ആ ന്യൂനത പുറത്തു കാണിക്കുന്നത് എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു പറയുന്നുണ്ട്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു പറഞ്ഞ മറുപടി, നിനക്ക് നാശം, ജനങ്ങൾ അറിയട്ടെ ഉമർ മാത്രമാണ് എന്നുള്ളത്, അല്ലാതെ വലിയ തെറ്റിദ്ധാരണകൾ വെച്ചുകൊണ്ട് എല്ലാത്തിനും മുകളിലാണ് ഉമർ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഒരാൾക്കും വേണ്ട. ഞാൻ ഒരാളെക്കാളും അഫ്ളലല്ല. ഇനി ഞാൻ ജീവിച്ചു പോകുന്നത് എനിക്ക് എന്റെ കുടുംബക്കാരായിരിക്കുന്ന ആളുകൾ നൽകുന്ന തമ്രു കൊണ്ടാണ് എന്ന് ജനങ്ങൾ അറിയുന്നതിൽ ഒരു ന്യൂനതയും എനിക്കില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ ഒരു ഭാഗത്ത് ഗവർണറായി വിട്ടു. അവിടെ അധികാരം ഏറ്റെടുത്ത് ആളുകളുടെ ആവശ്യങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് ഭരണം നടത്തി പോകുന്ന സമയത്ത് ഒരാള് ഷാമിൽ നിന്ന് ഒരാൾ വന്നു. ആ നാട്ടുകാരനല്ല. അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ആളെ തിരിച്ചറിയാതെ ഫ്രീ ആയി ആളെ കണ്ട സമയത്ത് അദ്ദേഹം ആ വന്ന ആള് സൽമാൻ റളിയല്ലാഹുവിനെ വിളിച്ചു, തആലഹ്മിൽ, എതൊന്ന് വന്ന് എന്റെ കൂടെ ചുമക്കാൻ കൂട് എന്ന് തന്നെ സ്നേഹത്തോടു കൂടെ ആവശ്യപ്പെട്ടു. ബഹുവലായ അരിഫ്, അദ്ദേഹത്തിന് അറിയില്ല ഇത് പുതുതായി ചാർജ് എടുത്തിരിക്കുന്ന ഗവർണറാണ് എന്നുള്ളത്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അഹങ്കാരവും ഇല്ലാതെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അതും ചുമന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഈ ചുമന്നു നടക്കുന്നത് ആളുകൾ കണ്ട സമയത്ത് സൽമാൻ റളിയല്ലാഹുവിനെ ആളുകൾ തിരിച്ചറിഞ്ഞു. ഫഖാലു ഹാദാൽ അമീർ, ആളുകൾ പറഞ്ഞു, ഇത് അമീറാണ്. അമീർ എന്താണ് ചുമടെടുത്തു പോകുന്നത്? ഞങ്ങൾ ചുമന്നു കൊണ്ടുപോയി വെക്കുമല്ലോ, നിങ്ങൾ അതെന്തിനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവര് പഠിക്കാൻ വേണ്ടി വന്നു. ആ സമയത്ത് ഇതൊന്ന് വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ, ചുമന്നു കൊണ്ടുപോകാൻ സഹായിക്കൂ എന്ന് പറഞ്ഞ ആള് പറഞ്ഞു, ലം അരിഫുക, ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ സഹായം ആവശ്യപ്പെട്ടത്. സൽമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കലും ഞാനിത് ഒഴിവാക്കുകയില്ല. ഞാനിത് ചുമന്ന സമയത്ത് ഇന്നീഖദ് നവൈതു ഫീഹി നിയ്യ, ഞാൻ അള്ളാഹുവിന്റെ വജ്ഹിൽ ഒരു നല്ല കാര്യം ചെയ്യാനുള്ള നിയ്യത്തോടു കൂടെയാണ് ഇത് ഏറ്റെടുത്ത് വെച്ച് എന്റെ ഏറ്റിയിട്ടുള്ളത്. അത് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ച് തരാതെ ഒരിക്കലും ഒഴിവാക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചുമന്നു കൊണ്ടുപോയിരിക്കുന്ന സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു